പട്ടികവർഗ ബഡ്ജറ്റിൽ നമ്മൾ ഇപ്പോൾ പറഞ്ഞു നിർത്തിയത് വിദ്യാഭ്യാസത്തിന് വേണ്ടി 197 കോടി രൂപ പ്ലാൻ ഫണ്ടിലും 63,89,00,000 രൂപ നോൺ പ്ലാൻ ഫണ്ടിലും നീക്കിവെച്ചിട്ടുണ്ട് എന്നാണ്. ആരോഗ്യ സംരക്ഷണം 53 കോടി രൂപ ആരോഗ്യ സംരക്ഷണത്തിന് പ്ലാൻ ഫണ്ടിൽ നീക്കിവെച്ചിട്ടുണ്ട്. നോൺ പ്ലാൻ ഫണ്ടിൽ 5,95,74,000 രൂപയും നീക്കിവെച്ചിട്ടുണ്ട്. ഓക്കെ, കഴിഞ്ഞ കാലങ്ങളിലുള്ള കാര്യം ഞാൻ പറയുന്നില്ല, കാരണം അതിൻ്റെ പുറകിലെങ്കിലും പോയി വിവരാവകാശ നിയമം എടുക്കാനോ ചെയ്യാനോ, അത് ചെയ്താൽ തന്നെ ഈ ടീമിൽ വന്ന് ഷെയർ ചെയ്യാനോ ഒന്നും ആരും തയ്യാറാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ടാണ്, കാരണം കഴിഞ്ഞ തവണ ഞാൻ ഇങ്ങനെ ക്ലാസ് എടുത്തപ്പോൾ ഇങ്ങനെ പറഞ്ഞിട്ട് അതിൻ്റെ വിവരാവകാശ നിയമം എടുത്തിട്ട് നമുക്ക് ഗൂഗിൾ മീറ്റ് വഴി ഒന്ന് ഡിസ്കസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ആരും തയ്യാറായിട്ടില്ല. അതുകൊണ്ട് ഈ നടപ്പ് സാമ്പത്തിക വർഷമുള്ള കാര്യം മാത്രമേ പറയുന്നുള്ളൂ. നടപ്പ് സാമ്പത്തിക വർഷം ആരോഗ്യ മേഖലയിൽ പട്ടികവർഗത്തിന് വേണ്ടി 53 കോടി രൂപ പ്ലാൻ ഫണ്ടിലും 59 കോടി രൂപ നോൺ പ്ലാൻ ഫണ്ടിലും ചെലവാക്കുന്നുണ്ട്. ഭവന നിർമ്മാണം 10 കോടി രൂപ ഭവന നിർമ്മാണത്തിന് വേണ്ടി നീക്കിവെച്ചിട്ടുണ്ട്. ഓക്കെ, പട്ടികവർഗക്കാർക്ക് വേണ്ടിയുള്ള പ്രത്യേക കേന്ദ്ര ധനസഹായം 6,23,00,000 രൂപ പ്ലാൻ ഫണ്ടിൽ നീക്കിവെച്ചിട്ടുണ്ട്. പട്ടികജാതിക്കാർക്ക് കേന്ദ്ര സഹായമില്ല. പട്ടികജാതിക്കാർക്ക് കേന്ദ്ര ധനസഹായമില്ല. പട്ടികവർഗക്കാർക്ക് 62 കോടി രൂപ ഉണ്ട്. എവിടെ? പ്ലാൻ ഫണ്ടിൽ. മാത്രമല്ല 11 കോടി രൂപ നോൺ പ്ലാൻ ഫണ്ടിലുമുണ്ട്. പിന്നീട് നമുക്കറിയാമല്ലോ, ഭരണവും നടത്തിപ്പും എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണെന്നറിയാം, അതുകൊണ്ട് അത് വായിക്കുന്നില്ല. അടുത്തത് പ്ലാനിംഗ് ആൻഡ് സ്റ്റാറ്റിക്കൽ വിഭാഗം എന്ന് പറഞ്ഞ് നിലവിൽ ഒരു വിഭാഗം കാണിക്കുന്നുണ്ട്. അതിന് ഫണ്ട് അനുവദിച്ചില്ല. ഗോത്രവർഗ പദ്ധതിയുടെ കീഴിൽ വരുന്ന പരിപാടികൾ മോണിറ്റർ ചെയ്യുന്നതിന് വേണ്ടി 1,60,00,000 രൂപ നീക്കിവെച്ചിട്ടുണ്ട്. പട്ടിക ഗോത്ര വിഭാഗങ്ങളുടെ ഫണ്ട് മോണിറ്റർ ചെയ്യാൻ, പ്രവർത്തനങ്ങൾ മോണിറ്റർ ചെയ്യാൻ വേണ്ടി 1,60,00,000 രൂപ മാറ്റിവെച്ചിട്ടുണ്ട്. ഗവേഷണത്തിനും പരിശീലനത്തിനുമായി 11,56,00,000 രൂപ മാറ്റിവെച്ചിട്ടുണ്ട്. പട്ടികജാതിക്കാർക്ക് വേണ്ടി എന്ന് ഡിപ്പാർട്ട്മെൻറ്റ് തുടങ്ങിയോ അന്ന് മുതലേ പട്ടികജാതിക്കാരെ ഉദ്ധരിക്കുന്നതിന് വേണ്ടി ഗവേഷണങ്ങൾ നടത്തുന്നുണ്ട്. അതിൽ ഡോക്ടറേറ്റ് പട്ടികവർഗക്കാർക്ക് കിട്ടിയിട്ടില്ല. ഇവിടുത്തെ ബാക്കിയുള്ളവർക്ക് അതിൻ്റെ പേരിൽ ഡോക്ടറേറ്റ് കിട്ടും. അതിൻ്റെ പേരിൽ അവർക്ക് ശമ്പളവും പിന്നെ ഫെലോഷിപ്പും അതും ഇതുമൊക്കെ കിട്ടും. പക്ഷേ പട്ടികവർഗക്കാർ മാത്രം രക്ഷപ്പെടുന്നില്ല. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ മാജിക്. ഏറ്റവും കൂടുതൽ ഡോക്ടറേറ്റ് ലഭിച്ചത് പട്ടികവർഗ പഠനത്തിനാണ്. പട്ടികവർഗത്തിൻ്റെ ആചാരങ്ങൾ പഠിക്കുന്നതിന് വേണ്ടി, അവരുടെ അനുഷ്ഠാന കലകൾ പഠിക്കുന്നതിന് വേണ്ടി ഒക്കെ ആവശ്യം പോലെ ഗവേഷണം നടക്കുന്നുണ്ട്. ഗവേഷണം നടക്കുന്നു, ഓരോരുത്തരും ഡോക്ടറേറ്റും കൊണ്ടുപോകുന്നു. പക്ഷേ പട്ടികവർഗക്കാർ മാത്രം രക്ഷപ്പെടുന്നില്ല. കിർത്താഡ്സ് 90 ലക്ഷം രൂപയാണ് കിർത്താസിൻ്റെ പ്രവർത്തനത്തിന് വേണ്ടി മാറ്റിവെച്ചിട്ടുള്ളത്. സാമ്പത്തിക വികസനം. അടുത്തത് പട്ടികവർഗ പെൺകുട്ടികൾക്കുള്ള വിവാഹ ധനസഹായം 60 കോടി രൂപയുണ്ട് കേട്ടോ. ഒന്നുകൂടെ നോക്കട്ടെ. 10, 10, 100, 1000, 10,000, ലക്ഷം, 10, 6 കോടി രൂപ, 60 ഇല്ല, 6 കോടി രൂപയാണ് പട്ടികവർഗ പെൺകുട്ടികളുടെ വിവാഹ ധനസഹായത്തിന് മാറ്റിവെച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ അപേക്ഷയുമായി നമ്മുടെ സഹോദരന്മാരെവിടെങ്കിലും ചെല്ലുവാണെങ്കിൽ പറയുന്നത് പണമില്ല എന്ന് പറയും. 6 കോടി രൂപ നീക്കി വെച്ചിട്ടുണ്ട് എന്ന് തിരിച്ചു പറയാൻ നമുക്കെന്തില്ല, അറിയത്തില്ല. അതുകൊണ്ട് നമ്മൾ തലയിൽ ചൊറിഞ്ഞുകൊണ്ടിങ്ങി പോകും. അടുത്തത് ക്രിട്ടിക്കൽ ഗ്യാപ്പ് ഫില്ലിംഗ് സ്കീം 16 കോടി രൂപ നീക്കി വെച്ചിട്ടുണ്ട്. 16 കോടി 10 ലക്ഷം, കൃത്യമായി കണക്ക് പറഞ്ഞാൽ 16 കോടി 10 ലക്ഷം രൂപ ക്രിട്ടിക്കൽ ഗ്യാപ്പ് ഫില്ലിങ്ങിന് നീക്കി വെച്ചിട്ടുണ്ട്. അത് പട്ടികവർഗക്കാർക്ക് കിട്ടുന്ന പൈസയാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കേണ്ടി വരും.